ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് കഴിഞ്ഞു. മകന്റെ പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നു. തനിക്ക് ലജ്ജയും നിരാശയുമുണ്ട്. ഇങ്ങനെ കടുത്ത സങ്കടവും നിരാശയും പ്രതിഫലിക്കുന്ന 2 കുറിപ്പുകളാണ് ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. കൃത്യസമയത്ത് ചികിത്സ നൽകാൻ തയ്യാറാണെന്നും പക്ഷേ ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാനില്ലെന്നും രാജിവെക്കാൻ ആലോചിക്കുമെന്നും ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. പോസ്റ്റ് വലിയ ചർച്ചയായതോടെ ആരോഗ്യവകുപ്പ് വിശദീകരണം നൽകി. സാങ്കേതിക തടസ്സം കൊണ്ടാണ് ലിത്തോക്ലാസ്റ്റ് പ്രോബ് എന്ന ഉപകരണം എത്താൻ വൈകുന്നതെന്നും ഇന്നലെ ഒന്നൊഴികെ 3 ശസ്ത്രക്രിയകൾ കൃത്യമായി വകുപ്പിൽ നടത്തിയിട്ടുണ്ടെന്നും DME. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇന്റർവെൻഷൻസ് നടത്തുന്ന മെഡിക്കൽ കോളേജ് ആരോഗ്യ സ്ഥാപനം മെഡിക്കൽ കോളേജ്. അത് നമ്മൾ പറയുന്നതല്ല, ഇന്ത്യയിലെ കാർഡിയോളജിസ്റ്റുകളുടെ സംഘടന ആ പുരസ്കാരം അത് കണക്കെടുത്താണല്ലോ. കണക്ക് വെറുതെ പറയുന്നതോ പേപ്പറിലുള്ളതോ അല്ലല്ലോ. അത് ഡിജിറ്റലി രേഖപ്പെടുത്തപ്പെട്ട ഓരോ പേഷ്യന്റിന്റെയും കേസ് എടുത്ത് പരിശോധിച്ചുകൊണ്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇന്റർവെൻഷൻസ് നടക്കുന്ന ആശുപത്രി മെഡിക്കൽ കോളേജ്. ഇന്നലെ 3 സർജറി ചെയ്തു. 4ാമത്തെ സർജറി ചെയ്യുമ്പോൾ ആ പ്രോബ്, ആ മെഷീന്റെ പ്രോബിന് കേടുപാടുണ്ടായി. ഞാൻ പറഞ്ഞൊരു വാക്ക് അടുത്തത് ശ്രദ്ധിക്കണം. എൻ്റെ മകന്റെ പ്രായമുള്ളൊരു മകനാണ് അവിടെ വന്നത്. നോക്കൂ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെയുള്ള ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ സിസ്റ്റത്തിൽ, ആ ആരോഗ്യ പ്രവർത്തകരാണ് ഇത്രയും അധികം രോഗികളുടെ ബാഹുല്യമുണ്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ. 2023 ഡിസംബർ മാസത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 270 അധ്യാപക തസ്തികൾ, ഡോക്ടർ മെഡിക്കൽ തസ്തികളാണ്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അത്രയും തസ്തികൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 270 തസ്തികൾ മെഡിക്കൽ വിദ്യാഭ്യാസം ഉദ്ദേശിച്ചിട്ടുണ്ട്.